കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗവും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി മഴക്കാല പൂർവ്വ പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജയ്ഹിന്ദ് NSS കരയോഗ ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ പി രജിത ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ വിഭാഗവും ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയും സംയുക്തമായി മഴക്കാലപൂർവ്വ പ്രതിരോധ ക്യാമ്പ് സംഘടിപ്പിച്ചു. ജയ്ഹിന്ദ് NSS കരയോഗം ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ പി രജിത ഉദ്ഘാടനം ചെയ്തു. കേരളീയരായ നമ്മളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഏറെ പ്രയോജനപ്പെടുന്ന ഒരു ഘടകം കൂടിയാണ് ആയുർവേദത്തിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ മഴക്കാല പൂർവ്വ പ്രതിരോധ ക്യാമ്പ്, നമ്മൾ ഇത്തരത്തിലൊരു ക്യാമ്പിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് വളരെ നല്ല ഒരു റെസ്പോൺസാണ് കിട്ടിയത്. അവരതിനെ വളരെ പോസിറ്റീവായി അതെടുക്കുകയും എന്ന് വേണമെങ്കിലും നമ്മുടെ സൗകര്യാർത്ഥം നമുക്ക് വേണ്ടിയുള്ള ക്യാമ്പ് നടത്തി തരാമെന്ന് പറയുകയും. മഴക്കാലജന്യ പകർച്ചവ്യാധി നിയന്ത്രണത്തെക്കുറിച്ച് ഡോക്ടർ അജിത് കുമാർ സി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മൂവാറ്റുപുഴ നഗരസഭ 25, 26, 27, 28 വാർഡുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ക്യാമ്പിൽ 100-ലധികം പേർ പങ്കെടുത്തു. കൗൺസിലർ ഷേർലി പൗലോസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അമ്പിളി ബിജു, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അസം ബേഗം, മുൻ ചെയർമാൻ പി എൽദോസ്, കൗൺസിലർമാരായ ജയ സുഗു, രജനി ടീച്ചർ, കരയോഗം പ്രസിഡന്റ് സുനിൽ കുമാർ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ അജിത് കുമാർ സി, ഡോക്ടർ അമ്പിളി വിജയൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കൗൺസിലർമാരായ ഷിതാറാണി തോമസ്, മനു പോൾ, ഷബീന, മനോജ്, ആശാ വർക്കർമാർ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.